മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ആഹ്വാനം ചെയ്ത് യോഗം വിളിച്ച ചേളാരി വിഭാഗം SYS സെക്രട്ടറി ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ നടപടി. ഹമീദ് ഫൈസിയെ സംഘടനാ ഭാരവാഹിത്വത്തിൽ നിന്ന് നീക്കി. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് MSF സംസ്ഥാന പ്രസിഡന്റ് TP അഷ്റഫ് അലിയെ പരാജയപ്പെടുത്താൻ ആഹ്വാനം ചെയ്ത് യോഗം വിളിച്ചതിനാണ് നടപടി. യോഗം വിളിച്ചു ചേർക്കുന്നത് ചേളാരി വിഭാഗം സമസ്ത നേതാക്കൾ വിലക്കിയിരുന്നു. ഇത് മറികടന്നാണ് അമ്പലക്കടവിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. അതിനിടെ വിഷയം ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗ് അടിയന്തര യോഗം വിളിച്ചു. സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ വൈകിട്ട് 4 മണിക്കാണ് യോഗം വിളിച്ചത്. ഹൈദരലി ശിഹാബ് തങ്ങളുടെയും സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും വിലക്ക് മറികടന്നാണ് ഒരു വിഭാഗം ചേളാരി നേതാക്കളുടെ നേതൃത്വത്തിൽ കരുവാരക്കുണ്ടിൽ യോഗം ചേർന്നത്. കരുവാരക്കുണ്ട് ദാറുന്നജാത്ത് കോളേജിൽ നടത്താനിരുന്ന യോഗം നേതൃത്വത്തിന്റെ വിലക്കിനെ തുടർന്ന് ഒരു ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റുകയായിരുന്നു. കരുവാരക്കുണ്ട്, കാളികാവ്, തുവ്വൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് യോഗത്തിനെത്തിയത്. 300ഓളം പേരെ ക്ഷണിച്ചിരുന്നുവെങ്കിലും 30ലധികം പേർ മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത്. ചേളാരി വിഭാഗം ജില്ലാ നേതാവ് പുത്തനേഴി മൊയ്തീൻ ഫൈസി ഹൈദരലി തങ്ങളുടെ വിലക്കിനെ തുടർന്ന് യോഗത്തിൽ പങ്കെടുക്കാൻ തയ്യാറായില്ല. നേരത്തെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചേളാരി വിഭാഗത്തിന്റെ നിലപാടിനെ വിമർശിച്ച് TP അഷ്റഫ് അലി ചന്ദ്രികയിൽ ലേഖനമെഴുതിയിരുന്നു. ഇതേ തുടർന്ന് അഷ്റഫ് അലിക്കെതിരെ ശക്തമായി രംഗത്തുവന്ന ചേളാരി നേതാക്കൾ അഷ്റഫ് അലി മാപ്പ് പറയണമെന്നും ആവശ്യമുന്നയിച്ചു. എന്നാൽ ഇതിന് അഷ്റഫ് അലി തയ്യാറായില്ല. ഒടുവിൽ മാപ്പ് അപേക്ഷിച്ച് ചേളാരി വിഭാഗം നേതാവ് സൈനുദ്ദീൻ മുസ്ലിയാർക്ക് കത്ത് നൽകണമെന്നായി ചേളാരി വിഭാഗം. നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അഷ്റഫ് അലി കത്ത് നൽകിയെങ്കിലും അതിൽ മാപ്പപേക്ഷിക്കുന്നതായി പറഞ്ഞിരുന്നില്ല. അഷ്റഫ് അലി കത്ത് നൽകിയതറിഞ്ഞ് അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് SKSF സംസ്ഥാന ജനറൽ സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നു. എന്നാൽ കത്തിൽ മാപ്പപേക്ഷ ഇല്ല എന്ന് വ്യക്തമായതോടെ ഈ പോസ്റ്റ് പിൻവലിച്ച ഓണംപിള്ളി കൊതിച്ചത് നടക്കില്ലെങ്കിൽ വിധിച്ചത് നടക്കട്ടെ എന്ന് പോസ്റ്റിടുകയായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് അഷ്റഫ് അലിയെ തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് യോഗം വിളിച്ചതും.